ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു. ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിക്ക് ഉള്ള മാവ് അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എണീറ്റപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കലക്കി ഇഡ്ഡലി മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സാമ്പാറിന് എടുക്കുകയാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാനുള്ള മുരിങ്ങക്കായ, തക്കാളി, കൊത്തവരക്കൊക്കെ പരിപ്പ് വേവിച്ച വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വെണ്ടയ്ക്ക വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്. അപ്പം ഞാനിത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുഴുങ്ങലരിയൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. പച്ചരിയും ചോറും കൂടെ ആക്കിയിട്ടാണ് കേട്ടോ ചേർത്തത്. നന്നായിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി. പിന്നെ ഇതാ ഞാൻ സാമ്പാറിനൊക്കെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കായം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഉലുവയും ജീരകവും ചേർത്ത് വറ്റൽമുളകൊക്കെ ചേർത്ത് ചെറിയ ഉള്ളി കുറച്ചിട്ട് പിന്നെ തേങ്ങയും കൂടെ ഒന്ന് വറുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം വറുക്കാനായിട്ട്. അപ്പോൾ വറ്റൽ മുളക് ഇട്ടിട്ട് നമ്മൾ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മല്ലിയും കൂടി ഉണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ മല്ലി ഇവിടെ വാങ്ങിക്കലില്ല. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ സാമ്പാറിനെ വറുക്കണത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുക. തേങ്ങയുടെ കളറൊക്കെ മാറുമ്പോഴാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ആദ്യമായിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ സാമ്പാറിനുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഗ്യാസിൽ തന്നെയാണ് എല്ലാം ചെയ്യണത്. അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി കടുക് പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചായക്കുള്ള പാലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. ഇനിയിപ്പോൾ കഴിക്കാൻ പോകുമ്പോൾ പാലൊഴിച്ച ചായ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. മാവൊന്നും അരയ്ക്കാത്ത വീട്ടിൽ പോയി വന്ന ശേഷം ഞാൻ അരച്ചിട്ടേ ഇല്ല. അപ്പോൾ 1-2 ആഴ്ചയായിട്ടാണ്. അങ്ങനെ ഇഡ്ഡലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി പൊടിയിട്ട് അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ കുറച്ചിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കഴിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ വറുത്തരച്ച സാമ്പാറും കേട്ടോ. ഇത് ഉച്ചക്കലത്തേക്കും കൂടെ ഉള്ളത് വെച്ചിട്ടുണ്ട്. സാമ്പാർ വയ്ക്കുമ്പോൾ പിന്നെ കുറച്ച് നീട്ടി അങ്ങോട്ട് വെച്ചാൽ ഉച്ചത്തേക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ ചോറ് വയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കുകയോ ഉപ്പേരി എന്തെങ്കിലും വെച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ മഴയൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട് കേട്ടോ. മഴ ഒന്ന് എന്താ പറയുക ഇതായിട്ടുണ്ട്. എല്ലായിടത്തും മഴ കുറഞ്ഞു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോൾ പിടിക്കുമെന്ന് അറിയില്ല രണ്ടാം മുറി. അപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ടത് കൊണ്ട് ഞാൻ അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം തന്നെ ഉള്ളൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചരുമോള്. പിന്നെ ഞാനിതാ തുടയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ മഴ തുടങ്ങിയ ശേഷം ഇവിടെ അങ്ങനെ തുടയ്ക്കലൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ സിമെൻറ്റിൻ്റെ നിലമായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓതം കയറിയ പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ തുടച്ച് വിട്ടാലും പിന്നെ വെടിച്ച് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ പിന്നെ തുടയ്ക്കലില്ല. 2 നേരം അടിച്ചു വിടും. പിന്നെ ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അങ്ങനെ അഴുക്കാക്കാനും. പിന്നെ വേനൽക്കാലമൊക്കെ ആകുമ്പോഴാണ് പൊടിയൊക്കെ നന്നായിട്ട് പാറി ഇതാകുക. മഴക്കാലം ആകുമ്പോൾ പിന്നെ പൊടിയുടെ പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ അടിച്ചു വിടുകയാണ് കേട്ടോ ചെയ്യുക. നല്ല മഴ തോരാണ്ട് പെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ തുടയ്ക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കാനായിട്ട് നിന്നു. പിന്നെ ഏട്ടനും പിള്ളേരും പിന്നെ ഇതാ അവിടെ നമ്മുടെ വീട്ടിലെ മുറ്റത്ത് തറയുണ്ടല്ലോ. അതിൽ കുറേ മണ്ണൊക്കെ കോരി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കലക്കി വിടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിന് കുറച്ച് അതിൻ്റെ കൂടെ നിന്നു. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ ഞാനിതാ വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ മഴ പെയ്ത് വെച്ച ഈ തുടയ്ക്കലിൻ്റെ പണിയൊക്കെ അവതാളത്തിലാണ്. അടുക്കളയാണെങ്കിൽ അടുക്കള പിന്നെ കൂടുതലാണ് കേട്ടോ. നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് അടുക്കളയിൽ ഭയങ്കരമായിട്ട് അടുക്കള കുറച്ച് താഴ്ന്നതായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കിനിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ചപ്പയിട്ട് തുടച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ വെള്ളം എടുത്ത് തുടയ്ക്കലൊന്നുമില്ല. അപ്പം ഞാൻ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തറ കലക്കണതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയിട്ട് പിന്നെ ഉച്ചത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചക്കക്കുരു ഉണ്ടല്ലോ.
അത് തൊലി കളയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ചാരുമോളുടെ അടുത്ത്. പിന്നെ അവൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഉപ്പേരിയല്ല മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കി, തേങ്ങയൊക്കെ ചേർത്തിട്ട് മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. ഒക്കെ വേവിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് വേവിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങയൊക്കെ ചേർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് രാവിലത്തെ സാമ്പാറും ചക്കക്കുരും മെഴുക്ക് പുരട്ടിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.